ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായൊരു തിരുവെടുത്താണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയ്ക്കാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കാം കാഴ്ച വച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കാം കാഴ്ച വച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവന്നിയെന്നു തങ്ങർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിജംഗമായി സിയോൻ മനവാളനെ. ശ്രീ നരപതിയേ സിയോൻ മനവാളനെ. ശ്രീ നരപതിയേ സിയോൻ മനവാളനെ. പന്തിരണ്ടാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതള്ളയോടൊരുമി ജീജഗേഹം. പന്തിരണ്ടാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ നന്ദനല്ലയോടൊരുമി ജീജഗേഹം. സമ്പ്രതി പതിച്ച വീട് കണ്ട ജാത്രി വൈദ്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീ സിയോൻ മനവാളനെ. ശ്രീ നരപതിയേ സിയോൻ മനവാളനെ. മുപ്പതാം വയസ്സിൽ സ്നാനമേൽപ്പതീന തൊൽപുരം വെടിഞ്ഞു യോധ്യ തന്നിൽ വന്നു. മുപ്പതാം വയസ്സിൽ സ്നാനം ഏൽപ്പതീന തൊൽപുരം വെടിഞ്ഞു യോധ്യ തന്നിൽ വന്നു. സ്വൽപ്പവും മടിച്ചിടാതെ യോധിനാനോടൊക്കിനുള്ളിൽ അല്പനാകും മർത്യനെന്ന പോൽ ഭജിച്ചൊരു സിയോൻ മനവാളനെ. ശ്രീ നരപതിയേ സിയോൻ മനവാളനെ. ശ്രീ നരപതിയേ സിയോൻ മനവാളനെ. ഓ സിയോൻ മനവാളനെ.
40 നാൾ ഉപവസിച്ചിടമേ താൽപര്യത്തോടടുത്തു വൈരിയായോ 40 നാൾ ഉപവസിച്ചിടമേ താൽപര്യത്തോടടുത്തു വൈരിയായോ ഉത്തമ പ്രലോഭനത്തിൽ ഒട്ടുമേ വഴിപ്പെടാതെ നിതയാല ഘോര വൈരിയെ തോൽപ്പിച്ചൊരു സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ ഭിക്ഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ ദുഷ്കൃതമാം ഭിക്ഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ കളങ്ക നീ വഹിച്ചതാൽ നമിക്കും സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ കളങ്ക നീ വഹിച്ചതാൽ നമിക്കും സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓർപ്പിച്ചതുപോലെ, നിങ്ങൾ അനുഭവിച്ചതുപോലെ കഴിഞ്ഞ രാത്രികളിലൊക്കെ ദൈവദാസന്മാരിൽ കൂടി വിലപ്പെട്ട സന്ദേശം, സുവിശേഷ സത്യം ഈ ദേശത്തോട് വന്നവരോട് കർത്താവ് അറിയിച്ചു. ഇന്ന് രാത്രിയിലും വളരെ ലളിതമായി നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായൊരു തിരുവെടുത്താണ്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ്. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചാട്ട്. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയ്ക്കാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈയെ പിടിച്ചിരിക്കുന്നു. കോരേശിന്റെ വലം കൈക്ക് ദൈവം പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം, ദൈവം വലം കൈക്ക് പിടിക്കുന്ന ദൈവമാണ്. ദൈവം വലം കൈ പിടിച്ചാൽ എന്ത് നടക്കും, എന്തിനാ പിടിക്കുന്നത്, അതൊക്കെ ചിന്തിക്കാനാണ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി അതിന് അടിസ്ഥാനമായിട്ട് യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചിരിക്കുന്നത്. ഈ സത്യവേദ പുസ്തകത്തിലെ ഏത് ഭാഗത്തിൽ നിന്നും പ്രസംഗിക്കാം. ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ പഴയ നിയമത്തിൽ നിന്നൊന്നും പറയരുതെന്ന, അത് ദുരുപദേശമാണ്. ചില ആൾക്കാര് പഠിപ്പിക്കുന്നത് പുതിയ നിയമം മാത്രമേ പറയാവൂ, അതും ദുരുപദേശമാണ്. ഇതെല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസ്യമാണ്.
ആരോ ഒരിക്കൽ പറഞ്ഞെന്നാ കേൾക്കുന്നത്, ഈ പഴയ നിയമം അങ്ങ് കീറി കളഞ്ഞേക്കാൻ. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരു വിദ്വാൻ ചോദിച്ചു, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാണ്? അവനതാ അറിയണ്ടേ. ഇപ്പൊ കണ്ണനത്തിനും ഉടക്കിനുമുള്ള സമയമല്ല. ദൈവകൃപയിൽ ശരണപ്പെട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഈ തിരുവെടുത്ത് 66 പുസ്തകത്തിൽ നിന്നും പ്രസംഗിക്കാം. ഈ 66 പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ നസ്രായനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ്. ഈ പുസ്തകത്തെ നിങ്ങൾക്കറിയാം 2 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പഴയ നിയമവും പുതിയ നിയമവും. അതിലെ പഴയ നിയമ പുസ്തകങ്ങൾ 39. ആ പഴയ നിയമ പുസ്തകങ്ങളെ തന്നെ പഠിക്കാനായിട്ടും മനസ്സിലാക്കാൻ തരം തിരിച്ചാണ് പഠിക്കുന്നത്. ആരംഭത്തിൽ മോശയുടെ 5 പുസ്തകം, പഞ്ചഗ്രന്ഥങ്ങൾ, പിന്നീട് ചരിത്ര പുസ്തകങ്ങൾ, പിന്നീട് കാവ്യപുസ്തകങ്ങളാണ്, ശേഷമായിട്ട് പ്രവചന പുസ്തകം. ആ പ്രവചന പുസ്തകത്തെ തന്നെ 2ആയിട്ട് പകുത്താണ് പഠിക്കുന്നത്, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പമോ കാശിൻ്റെ തെള്ളൊന്നും അനുസരിച്ചല്ല, പ്രവചനത്തിൻ്റെ ആഴമനുസരിച്ചാണ്. വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ഇന്ന് രാത്രി നമ്മൾ വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ന്റെ 1 വായിച്ചത്. ഈ യെശയ്യാ പ്രവചന പുസ്തകം ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒക്കെ ഇതറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടേ അവരുടെ അറിവിനായി പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു വിശേഷത, വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളുണ്ട്, നമുക്കറിയാം. ഈ പ്രവചന പുസ്തകത്തിന്റെ ഒരു വിശേഷത, യെശയ്യാവ് ഒരു പ്രവാചകനാ, അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പ്രവാചകിയാണ്. അത് വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പണ്ട് ഒരു പ്രവാചകൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ തള്ള ജിബ്ബായി ചെളി വാരിത്തേക്കും. അങ്ങനത്തെ തള്ളമാരും ഉണ്ട്. ഏതാന്ന് ഞാൻ പറയുന്നില്ല, ജോസഫ് അച്ചാൻ തല കുലുക്കുന്നുമുണ്ട്, പിടികിട്ടിയെന്ന് തോന്നുന്നു. അവസാനം തള്ള കിടന്ന് കുഴഞ്ഞ് പുള്ളി ശുശ്രൂഷ ചെയ്ത് അങ്ങ് പോയി. അള്ള പട്ടം കിടന്ന് കറങ്ങി, അമേത്യമെല്ലാം മാരി ഭിത്തിയിലും തേച്ച്, ബാക്കിയെടുത്ത് തലയിലും തേച്ച്. പേരൊന്നും പറയണ്ട. അങ്ങനെ ഉണ്ടോ? ശുശ്രൂഷയ്ക്കെതിരെ ഉടക്കരുത്, മുള്ളിന് നേരെ ഉതക്കരുത്. അദ്ദേഹം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം പോകേണ്ടടുത്ത് പോയി പ്രതിഫലം വാങ്ങാൻ. അള്ള കിടന്ന് കുഴഞ്ഞ് എവിടെ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഇപ്പം ഞാൻ പറയുകയല്ല. യോഗം കഴിഞ്ഞ് വന്നാൽ അള്ളയുടെ വല്ലൊരു രാത്രി പോകണ്ടെങ്കിൽ പിന്നെ ഉറവേക്കം കൺവെൻഷൻ അവസാനം അടിയോടുകൂടിയാ വിരിഞ്ഞെന്ന്. അത് വേണ്ട. അപ്പം ഈ യെശയ്യാവ് ഒരു പ്രവാചകനാ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവരൊരു പ്രവാചകിയാണ്. 2 പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരും നല്ല പിള്ളേര്. പിള്ളേരുടെ പേരാണ് നല്ല മുഴുത്ത പേരാ. വേദപുസ്തകത്തിലെ ഏറ്റവും നീളം കൂടിയ പേരും അങ്ങനെ. ഒന്ന് വായിച്ചോ, 7-ന്റെ 3-ഉം 8-ന്റെ 3-ഉം ആയിരം. എന്നാ നടപടിയുണ്ടോ? അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ മകൻ യശാർ യാക്ഷൂബും അലക്കുകാർ. മതി ഒന്നുകൂടെ പേരൊന്ന് വായിച്ചു.
അപ്പോൾ യഹോവ യോശുവയോട് അരുളിച്ചെന്തെന്നാൽ അപ്പോൾ യഹോവ യെശയ്യാവിനോട് അരുളിച്ചെന്തെന്നാൽ നീ നിന്റെ മകൻ യെശയ്യാർ യാശൂബും. ഇനി 8:3 വായിച്ചോ. ഇച്ചിരി ബുദ്ധിമുട്ടാ, എന്നാലും വായിച്ചു വിടണം. ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മാഹേർ ശലാൽ ഹാസ് ബസ് എന്ന് പേര് വിളിക്കണം. ഒപ്പിച്ചു മതി. ഏനാണ് നിങ്ങൾ വർത്താനം പറഞ്ഞത്? വാക്യൊന്ന് വായിക്കാവോ? വർത്താനം പറഞ്ഞു. എൻ്റെ ഒളിയോ? അത് നേരത്തെ പോയി കിടക്കുക. ഇപ്പം അവർ തരുമോന്നറിയത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യെശയ്യാവ് ഒരു പ്രവാചകനാ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഒരു പ്രവാചകയാ. 2 പിള്ളേര് ജനിച്ചു. അതിൽ ഒരു ചെറുക്കൻ്റെ പേര് ഇച്ചിരി സമയം എടുത്ത് എഴുതണം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. തന്നെയുമല്ല, ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ടയാളാണ്. അതവിടെ നിൽക്കട്ടെ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുന്നേ യെശയ്യാ പ്രവാചകന് വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ. നമുക്കറിയാം സുവിശേഷം. എന്തുവാ സുവിശേഷം? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാ ഇവിടെ മുഴങ്ങിക്കേട്ടത്. സുവിശേഷം, നല്ല വാർത്ത, സദ്വർത്തമാനം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണല്ലോ 2:8 വായിച്ചേ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2:8 പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യമാണ്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം കാണാപ്പാടമാ, എങ്കിലും അത് വായിച്ചോ മൈക്കിൽ കൂടെ. 2:8 പെട്ടെന്ന് വായി. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും എന്താ വച്ചേ തിമോത്തിയോസിന്റെ ഏത് ലേഖനം എടുത്ത് വായിച്ചു? ഇങ്ങോട്ട്. അത് ജോമൻ പാസ്റ്റർ വൈഫാണോ? മുന്നോട്ട് കയറിയിരി. അങ്ങോട്ട് മൈക്ക് കൊടുക്കുക കുഞ്ഞേ. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞ് മോക്ക് തരും. മോളെടുത്ത് വെച്ചോണം വായിക്കും. വായിര. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. യേശുക്രിസ്തു. ഇത് പറയാതെ മറ്റേ ഭാഗത്തോട്ട് വരാൻ ഒക്കത്തില്ല. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാ സുവിശേഷം. അപ്പൊ ഒന്നുകൂടെ പകത്ത് പഠിച്ചാൽ എന്താ സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ തിരുമരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. എന്താ അത് സുവിശേഷമാകാൻ കാര്യം? സുവിശേഷം, നല്ല വാർത്ത, സദ്വർത്തമാനം. ഈ ജനനവും ഈ മരണവും ഈ ഉയർപ്പും അതെന്താ നല്ലതാകാൻ കാര്യം? പറയാം, വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാകാൻ കാരണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കായിട്ട് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അതായത് ജനനത്തിൻ്റെ വിശേഷത നല്ല വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷകനുണ്ടായി. സ്തോത്രം. അതുകൊണ്ടാണ് ഇത് നല്ല വാർത്ത. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കുവാൻ, എന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്നോർത്ത് നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ തളർന്നു പോകരുത്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തു. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യേശു വന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിതാവെന്നാണല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ
എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ ഏറ്റു പറയുവീൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ഓ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടുന്നു. ആമേൻ. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. മോനെ, എൻ്റെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ല ഓളിയം തരണം. ഇവർക്ക് ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ല. എനിക്ക് തരണം. നീ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം യേശുക്രിസ്തു. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. നല്ല വാർത്ത, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. എന്താ ഇത് ഗുഡ് ന്യൂസ് ആകാൻ കാര്യം? ജനനം നല്ല വാർത്തയാകാൻ കാരണം സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമാണ്. എന്തുവാ? നമുക്കൊരു രക്ഷിതാവുണ്ടെന്ന്. അതുകൊണ്ടാണ് സുവിശേഷം നല്ല വാർത്തയായത്. രണ്ട്, യേശുക്രിസ്തുവിന്റെ മരണം, അത് നല്ല വാർത്തയാ. മരണം എങ്ങനെ നല്ല വാർത്തയാകുന്നേ? ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ നല്ല വാർത്ത കേട്ടോ, രാവിലെ നല്ല വാർത്ത കേട്ടോണ്ടാ ഞാൻ. വല്യപ്പച്ചൻ മരിച്ചു, നല്ല വാർത്ത. മരണം ഏത് വ്യക്തി മരിച്ചാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ദുഃഖവാർത്തയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു നല്ല വാർത്തയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, അവിടുന്ന് മരിച്ചത് കൊണ്ടാ നമുക്ക് ഈ രക്ഷ കിട്ടിയത്. തന്നെയല്ല, അവിടുന്ന് മരിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കൂടെ കൂടെ കർത്താവ് പറയാറുണ്ട്, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുകയെന്ന്. നമുക്കാണേ മരിക്കുന്നെന്ന് പറയുന്നതും ഇഷ്ടമല്ല, നമ്മൾ മരിക്കുന്നെന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. തന്നെയല്ല, കൂടെ കൂടെ മരണത്തെപ്പറ്റി പറയുന്നതും താല്പര്യമില്ല. ഇപ്പം അച്ചായൻ പറയുക, ജോസഫച്ചാൻ പറയുക, ഞാൻ മരിക്കാൻ പോവുക. കൊച്ചമ്മ പറയല്ലേ, വേണ്ട, ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയും. കൂടെ കൂടെ ഇന്നാളും പറഞ്ഞതല്ലേ ഇതുപോലെ. ആർക്കും അത് കേൾക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു നല്ല വാർത്തയാണ്. അതെന്താ ഈ നല്ല വാർത്തയാകാൻ കാര്യം? ഒരു വാക്യം വായിച്ചോ, 15:3, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3. അറിവുള്ള വാക്യമാ, അങ്ങ് വായിച്ചോ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിന് പ്രകാരം മരിച്ചു. അതായത് നല്ല വാർത്തയായത്. ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു. അതുകൊണ്ട് ഇത് നല്ല വാർത്തയാണ്. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് അവിടുത്തെ തിരുമരണം ഇത് നല്ല വാർത്തയാണ്. നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചല്ലോ. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നായിട്ട് വിസ്തരിച്ചെന്ന് എനിക്കറിയാം. അവിടുത്തെ ഉയർപ്പും നല്ല വാർത്തയാണ്. ഞാൻ പോയിട്ടില്ലെങ്കിലും പോയിട്ടുള്ളവർ പറയുന്നത് കല്ലറയുടെ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ലെന്ന്. ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങൾ ഉള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ അന്വേഷിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോയിട്ടുണ്ടെന്ന് പറയുക മാത്രമല്ല, അവർക്കെല്ലാവർക്കും പ്രത്യക്ഷനായി.
കേഭാവിനും 12 15 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ചും മറിയയ്ക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. ഇത് നല്ല വാർത്തയാണ്. അപ്പൊ ഇന്ന് രാത്രി അതാണ് സുവിശേഷം, യേശു ക്രിസ്തു. ഈ സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്. റോമാലേഖനവും കൊരിന്ത്യലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും ഇത് രക്ഷയ്ക്കായി. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഈ സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗമാണ്. സകല മാനവജാതിയെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വാതിൽ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം രക്ഷ തരുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. സമാധാന സുവിശേഷം കാലിന്. അപ്പൊ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത, ഇത് സമാധാനം തരുന്നതാണ്. സുവിശേഷം എവിടെ പറയുന്നു അതെല്ലാം സമാധാനത്തിൻ്റെ മാർഗമായത്. അതല്ലേ നമ്മൾ എവിടെയെങ്കിലും ചെന്നൊരു പരസ്യവും നടത്താൻ നേരത്തെ പൊടിമീശയുള്ളവനെ മുണ്ടുമൊക്കെ മടക്കി കൊത്തി ഇങ്ങനെ ഞെരടി വെച്ചു ഉടനെ തന്നെ നമ്മൾ കെട്ടും പാണ്ടും എടുത്തോണ്ട് പോവുക. എന്താ ചെയ്ത് സമാധാനം. അവിടെ കിടന്ന അടിയുണ്ടാക്കാൻ നേരമില്ല. മറ്റവരങ്ങനല്ല. ചുണയുണ്ടോടാ ഞങ്ങളെ ഇവിടുന്ന് ഉടനെ അവൻ ഫോൺ ചെയ്യും, മറ്റവൻ വടിവാളുമായിട്ട് വരും, മറ്റവൻ നാടൻ ബോംബുമായിട്ട് വരും, അവൻ്റെ പള്ളയെ കയറ്റും. എന്തെല്ലാം പൈതരണികളാണ്. ഞങ്ങൾ ഇതിനൊന്നും പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. അതെ, ഞാൻ സാധാരണ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, കണ്ടേലും നിങ്ങളിപ്പം മിണ്ടുകയില്ലെന്ന് എനിക്കറിയാം. റോഡുമൊക്കെ ബ്ലോക്ക് ചെയ്ത് പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണാറുണ്ട്. നമ്മൾ ധൃതി പിടിച്ച് പോകുമ്പോഴാണ് വേറെ വഴി കൂടെ വിടുന്നത്. ചിലയിടത്ത് ചെല്ലുമ്പം വഴി പോലും നമുക്ക് തിട്ടമില്ല. ഇല്ലേ, മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹു കോക്കളല്ല എന്ന് പറഞ്ഞ പോലെ മുന്നേ പോകുന്ന വണ്ടിയുടെ പുറകെ നമ്മൾ പോയി ഇതിലേ കൂടെയൊക്കെയാണോ പോകുന്നത്. അതിനാ അവിടെ ഇന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുക, വണ്ടി വിടുകയല്ല. അതേസമയം നമ്മൾ ആ നട റോഡിലോട്ട് 10 പേരുടെ പുസ്തകം ഡെസ്ക് ഇട്ടേച്ച് മേളിലോട്ട് വെച്ച് വെക്കുകയില്ലെന്നറിയാം. അഥവാ വെച്ചാലോ ഡെസ്കും കാണുകയില്ല, ഡെസ്ക് വെക്കുന്നവനും കാണുകയില്ല. ഡെസ്കിൻ്റെ പുറത്തിരിക്കുന്ന ഈ പുസ്തകം വന്ന് അന്നേരം ഇത് കത്തിക്കും. നമ്മളങ്ങനെ ചെയ്യാറില്ല. അതിനാ ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. സ്തോത്രം. ഏനാ നിങ്ങളെല്ലാം പമ്മിയിരിക്കുന്നേ ഈ കാര്യം പറയുമ്പോൾ? സുവിശേഷം സമാധാനമാണ്. ഈ സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനമാണ്. കമ്പോളത്തിലെല്ലാം കിട്ടും, സമാധാനം കിട്ടുകയല്ല. മാർക്കറ്റിലെല്ലാം കിട്ടും. പണ്ടൊക്കെ പറയുകയല്ലേ, അപ്പനെയും അമ്മയും വരെ കിട്ടും. കോളേജിൽ പഠിക്കുന്ന ചെറുക്കനെ കുശൃതി കാണിച്ചു, പിന്നെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ പ്രൊഫസറോ ചുമതലപ്പെട്ടവർ പറയുക, നാളെ അപ്പനെയും വിളിച്ചുകൊണ്ട് വരാതെ ക്ലാസ്സിൽ കയറ്റുകയില്ല. കാശുണ്ടെങ്കിൽ ചന്തയിൽ നിന്നൊരു അപ്പനെ കിട്ടും. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയവരും ചിലപ്പോൾ ഇതിനകത്ത് കാണും. അപ്പനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരും ചിലപ്പോൾ ഇതിനകത്ത് കാണും. പിന്നെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഡൗട്ടും ഉണ്ട്. കാശ് കൊടുത്താൽ മതി. കാശ് കൊടുത്താൽ എന്തും കിട്ടുന്ന ഒരു കാലമാണ്, ലോകമാണ്. പക്ഷേ സമാധാനം കിട്ടത്തില്ല. സമാധാനം കാശ് കൊടുത്താൽ കിട്ടുകയില്ല. സമാധാനം യേശുവിൽ കൂടിയാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ.
പൊന്മതിയാ നീ നദിയം തനിയാക നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിയ എന്തിനാകുലം കലരുന്നൻ മനമേ എന്തിനാകുലം പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികനില്ല എന്തിനാകുലം മനമേ എന്തിനാകുലം യേശു നായകൻ സമാധാന നിനക്കെന്നും ധനമേ എന്തിനാകുലം എന്തിനാകുലം അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം ഇത് രക്ഷിക്കുന്നതാണ്. സുവിശേഷം സമാധാനം തരുന്നതാണ്. സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ്, അതാണ് പൂർണ്ണ സുവിശേഷം. അത് നമുക്ക് മടങ്ങി വരാം. യെശയ്യാ പ്രവാചകൻ ഒരു സുവിശേഷ പ്രവാചകനാണ്. അതിനൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷാകാലം ഒന്ന് പഠിച്ചാൽ, ആ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആരുടെ കാലത്താ പുള്ളി ശുശ്രൂഷിച്ചത്? യെശയ്യാ പ്രവാചകൻ ശുശ്രൂഷിച്ചത് ആരുടെ കാലത്താ? 1-ാം വാക്യം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നിവരുടെ കാലത്ത് യഹൂദിയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പൊ ശ്രദ്ധിക്കുക, ആമോസിന്റെ മകനാകുന്ന യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരാകുന്ന ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കീയാവ്, 4 പേരുടെ കാലം. ഇങ്ങനെ ശുശ്രൂഷിച്ച വേറൊരാളുണ്ട്. ആമോസിന്റെ പ്രവചനം ഒന്നൊന്ന് വായിച്ചേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നില്ലെന്ന് തോന്നില്ലയോ? തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 അപ്പൊ ശ്രദ്ധിച്ചേ, ഇവരെല്ലാം ഈ പ്രവചന ശുശ്രൂഷ നടത്തിയ കാലമാണ്. അപ്പോൾ യെശയ്യാവ് പ്രവചിക്കുന്നത് ഈ 4 വമ്പൻ രാജാക്കന്മാരുടെ കാലത്താണ്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കീയാവ്, അവരുടെ കാലത്താണ് ശുശ്രൂഷിക്കുന്നത്. അവരുടെ കാലത്ത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് കയറി പറയാൻ ചില പാസ്റ്റർമാരോട് നമ്മൾ ചോദിക്കും, ഇന്ന സഭയിൽ ഇരുന്നതാണോ? അയ്യോ, ഇരുന്നെന്നോ? അപ്പോൾ അടുത്തത്, എങ്ങനെ ഇരുന്നു? അവിടെ അല്ലയോ തെറിമറിയ ഉള്ളത്? തെറിമറിയ ആ സഭയിലെ മെമ്പറാണ്. കണ്ണു പൊട്ടുന്ന ഡാഷ് ഡാഷ്. വേറൊരാളെ പറ്റി പറഞ്ഞു, ആ സഭയിൽ അല്ലയോ വഴക്കാളി ശൗമേൽ, എല്ലാ ആഴ്ചയിലും വന്ന് വഴക്കുണ്ടാക്കും പുള്ളി. വേറെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ടെന്നും പറയുന്നില്ല. അപ്പൊ അവിടെയൊക്കെ എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ 4 വമ്പൻ രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. അതെന്താ? ഇവരെല്ലാം നല്ല ഒന്നുകൊന്നൊക്കെ മെച്ചവാ. ആദ്യം ഉസിയാവ്, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, അയാൾ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയവനാ. വായിച്ചേ, 26-ന്റെ 16 ആദ്യം വായിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16 വായിക്കണം ആദ്യം.
ഏനെ ഈ പാമ്പ് എരതപ്പും പോലെ തപ്പുന്നു, പെട്ടെന്ന് വായിരുന്ന് നേരം പോകുന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. പിന്നെ അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. ഉസിയാവിനെ പറ്റിയായി പറയുന്നത്. ഇവന് ബലവാനായപ്പോൾ, സഹോദരി ഒന്നുകൂടെ വാക്യം വായിച്ചേ 16. എന്നാൽ അവൻ ബലവാനായപ്പോൾ, ഇച്ചിരി കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ ആയപ്പോൾ ഇവന് അഹങ്കാരം കൂടി. അങ്ങനെ മിക്കവരും സഭയിലാന്നേലും ദേശത്താന്നേലും നാട്ടിലാന്നേലും ഒക്കെ പമ്മി നിൽക്കുന്ന നമ്മൾ കാണുമ്പോൾ പറയും ഒരു പാവത്താനാന്ന്. ഒരു പാവമല്ല, ഇവൻ്റെ പരിവക്കേടായതുകൊണ്ട് നിൽക്കുക. ഇവനെ 10 പുത്തനും ഇച്ചിരി ചുറ്റുപാടും ആകുമ്പോൾ ഇവൻ്റെ താനി നിറം അന്നേരം വെളിപ്പെടും. ഇപ്പോൾ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ. ഇവനെ കാശ് കിട്ടി ഒരു ബുള്ളറ്റ് മേടിക്കട്ടെ, തന്നെ പൊട്ടപ്പഴം അമിട്ട് പൊട്ടി വരും പോലെ വരും. കാളക്കൊമ്പ് പോലെ എക്സ്ട്രാ കൊമ്പും ഒക്കെ പിടിപ്പിച്ച് അതിനെന്നാ പറയുന്നത്, ഇതിനെന്തുവാ പറയുന്നത്? ഓ, ജോയി പാസ്റ്റർ ഒന്നും പറയുന്നുമില്ല. ഇവൻ്റെ അവരെ വന്നേരം കണ്ടില്ലേ, മൊത്തം കീറിയ ഒരു നിക്കറും മുടിയെല്ലാം ഒന്ന് വളർത്തി റബ്ബർ ബാൻഡും ഒക്കെ ഇട്ട്. ഇതൊക്കെ മുമ്പ് വളരെ മര്യാദയ്ക്ക് ജീവിച്ചവനാ. കോട്ടപ്പുറത്ത് കൊച്ചമ്മ പറഞ്ഞതുപോലെ അമേരിക്ക ഇവിടെ നടന്ന പുള്ളി അമേരിക്ക പോയിച്ച് തിരിച്ചു വന്ന് ഭയങ്കര സാക്ഷി പറഞ്ഞപ്പം തള്ള കയറി ഉടക്കി. എന്നെ സാം ചോദിച്ചു മിണ്ടായിരിക്കും. പിന്നെ അവൻ അങ്ങോട്ട് പോയി 2 പുത്തം കിട്ടി എൻ്റെ എടുക്ക വേണ്ടെന്ന്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ പാവം കളിച്ചിങ്ങനെ ഇരിക്കും. അയ്യോ എന്തേലുമൊക്കെ കയ്യിലോട്ട് കിട്ടട്ടെ, നന്മ എന്തേലുമൊക്കെ കിട്ടട്ടെ, അന്നേരം തനി നിറം. എല്ലാവരും അങ്ങനെയാന്നല്ല, സിംഹഭാഗം അങ്ങനെ. എന്നാൽ ചില ആൾക്കാരുണ്ട്, എത്ര നന്മ കിട്ടിയാലും അഹങ്കരിക്കാതെ വിനയത്തോടെ വിധേയത്വത്തോടെ ഇടപെടുന്ന എത്രയോ പേരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ കുറച്ചുകൂടെ വിനയപ്പെട്ടോണം. ദൈവം നിന്നെ പുലർത്തുമ്പോൾ കുറച്ചുകൂടെ എളിമപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. ഇവന് ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി. അടുത്തത് അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ദൈവത്തോട് കുറ്റം ചെയ്തു. കുറ്റമാ. ഇവന് കാശും പുത്തനും പൊസിഷനും ആയപ്പോൾ ഇവനകത്ത് കയറി, ആ പള്ളിക്കകത്ത് കയറി ധൂപം കാട്ടാനൊരുങ്ങി. അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, ഉസിയാവേ, ഇത് പുരോഹിതന്മാരുടെ ശുശ്രൂഷ, നീ ഇത് ചെയ്യരുത്. അവൻ പറഞ്ഞു, ഞാനാ ഇതൊക്കെ നിയന്ത്രിക്കുന്നെന്ന്. അങ്ങനെയൊക്കെ കാശുള്ള ചില ആൾക്കാർ സഭ ഭരിക്കുന്നവരുണ്ട്. 10 പുത്തനും ഇച്ചിരി കാശും കിട്ടിയാൽ പിന്നെ അവൻ ആ പാസ്റ്റർമാരെ ഇരുത്തുക, നിർത്തുക, ഇന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം, നിർത്തണം, എല്ലാം ഇവൻ തന്നെ. ഇനി ഒരു ദിവസം ദൈവം പിടിക്കും, സൂക്ഷം നിന്നെ പിടിച്ചിരിക്കും. എന്നാൽ നല്ലതുപോലെ സാമ്പത്തിക ഭദ്രതയുള്ള ചിലര് ഇതിൽ ശുശ്രൂഷയിലൊന്നും കൈകടത്തുകയല്ല. അനവാദ വിരാസന്മാരെന്തെങ്കിലും പറഞ്ഞ പാസ്റ്റേ വേണ്ട, അത് പാസ്റ്റർ അങ്ങ് ചെയ്താട്ടെ. അങ്ങനെയുള്ള നല്ല മനുഷ്യരും ഉണ്ട്. ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ ഉണ്ടല്ലോ എല്ലായിടത്തും കൊണ്ട്. ഇവിടെയും കാണും. ഇപ്പം പമ്മിയിരിക്കുക, കൈയൊന്നും പോക്കണ്ട, വെറുതെ എന്തിനാ. അപ്പോൾ ഇവന്റെ നാശത്തിന് നിഗളിച്ചു. ഇവൻ ധൂപം കാട്ടുവാൻ അകത്ത് ചെന്നപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഇത് പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഇവൻ സമ്മതിച്ചില്ല. അവിടെ ഒരു പദമുണ്ട്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഇവൻ കോപിച്ചെന്ന 19 വായിര്. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അങ്ങനുണ്ട്, കോപിച്ചു, വഴക്കുണ്ടാക്കി. ഒറ്റ വാക്ക് പറഞ്ഞ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. പുള്ളിയുടെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത് എങ്ങനെയുണ്ട്? ഭയങ്കര വഴക്കാളികളുള്ള സഭയിലൊക്കെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്ക് വലിയ വീരചക്രം കൊടുക്കണമെന്നാ. അത് മറ്റവർക്ക് കൊടുത്താൽ പോരാ, ഇവർക്ക് കൊടുക്കണം. എന്നോട് ഒരാൾ ചോദിച്ചു, വേറൊരാളും പറഞ്ഞു പുള്ളി അവിടെ ഇരുന്നതാണ്. ഞാൻ ചോദിച്ചു അവിടെ, പിന്നെ അയ്യോ അവിടെ അല്ലയോ പാപ്പൂട്ടി ഉള്ളിടത്താന്ന് പുള്ളി. ഒത്തിരി പേരെ ഊട്ടിയോനാ പാപ്പൂട്ടി. അപ്പോൾ ഉസിയാവ് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനാ. അവന്റെ കാലത്താ യെശയ്യാവ് അവിടെ ശുശ്രൂഷിച്ചത്. തീർന്നില്ല. ഉസിയാവിനൊരു മകനുണ്ടായിരുന്നു. അവൻ പള്ളി വരികയല്ല. 27-1 വായിര്. 27-1. ഇന്ന് വാക്യം ഒത്തിരി വായിക്കണം. നിങ്ങൾ 3 പേരും വാക്യം വായിക്കാൻ വന്നതല്ലേ, എന്നാ ഒരു സങ്കടവും പ്രയാസമായിട്ട്. എന്നാലും വായിച്ചോ സഹോദരി, വായിര്. യോമോന്റെ ഭാര്യ വായിര്. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. പിന്നെ അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക്
യെരൂശ എന്ന പേര്. അവള് സാദോക്കിന്റെ മകളായിരുന്നു. അടുത്തത് അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ അവൻ തന്നെ അപ്പനാകുന്ന ഉസിയാവ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എങ്കിലും ആലയത്തിലേക്ക് അവൻ കടന്നില്ല. പള്ളി വരികയില്ല. കസേര ഇടാനുണ്ട്, വെള്ളം എടുത്തു തരാനുണ്ട്, ബാനർ കെട്ടാനുണ്ട്, കുശിനിയിൽ എപ്പോഴും ഉണ്ട്, വിളമ്പ. ഇതൊക്കെ നല്ല കാര്യമാണ്, ചെയ്തേ ഒക്കൂ, ചെയ്യണമല്ലോ. പക്ഷെ ഇവൻ സഭായത്തിന് മാത്രം ഇരിക്കുകയില്ല. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. എല്ലാ കൺവെൻഷനും വന്നിരിക്കും, പക്ഷേ സഭായത്തിന് പോകുകയല്ല. ഒരുത്തനോട് ചോദിച്ചു, എന്താടാ സഭായത്തിന് പോകാത്ത? അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചൻ പണ്ട് സഭായം കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ വല്യമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി പെന്തിക്കോസ് ആരാ കണ്ടുപിടിച്ചെന്ന്. അപ്പം തള ചോദിച്ചു, എന്നാടാ? കൈയടിച്ച് മനുഷ്യൻ രൂപാട് വരുവാന്ന്. ആദ്യത്തെ 3 പാട്ടിനടിക്കണം, പിന്നെ അത് കഴിഞ്ഞ് അടിക്കണം, അത് കഴിഞ്ഞ് പാസ്റ്റർമാർ പാടുമ്പോൾ അതിനടിച്ചു കൊടുക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന ഇക്കിളി ഇടുന്ന പാസ്റ്റർമാരാണെങ്കിൽ അന്നേരം എല്ലാം അടിക്കണം. ഇപ്പോൾ പാസ്റ്റർമാർ തന്നെ പറഞ്ഞിട്ട് കരങ്ങൾ അടിച്ചാട്ടെ, അടിക്കുകയെന്നറിയാം, അതിനെ അടിപ്പിക്കുക, അടിച്ചാട്ടെ. കൂടെ കൂടെ കൊച്ചൻ കടന്ന് അടിച്ച് ഊപ്പാട് വന്ന അവസാനം അവൻ വീട്ടിൽ ചെന്ന്, ആരാ ഇത് കണ്ടുപിടിച്ചെന്ന് പെന്തിക്കോസ്? അതിന് കാര്യം ചോദിച്ചപ്പോൾ കൈയടിച്ച് മനുഷ്യൻ്റെ അടിച്ചില്ലെങ്കിൽ ഉടനെ അവനെ നോക്കിയായിരിക്കും പ്രസംഗം. ആരാധനയ്ക്കെതിരെ വ്യാപരിക്കുന്ന, അത് പേടിച്ച് അവനും ചുമ്മാ ഇരുന്നില്ല, വാദപ്പനി വന്നവനെ പോലെ അവനും ഇരിക്കുക, അടിച്ച് എന്നതാ. അപ്പൊ ഒരു കാര്യം പറയാം, ഇവന് പള്ളിക്കകത്ത് കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ. മകൻ പള്ളിയിൽ വരികയല്ല. ഇവരുടെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നേ. സഭയിലുള്ള എല്ലാവരും സഭയിൽ വന്നില്ലേ, ശുശ്രൂഷകൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞങ്ങളൊക്കെ ഞായറാഴ്ച ഇങ്ങനെ നോക്കും, എല്ലാവരും വന്നോന്ന് ഇല്ലയോ? എന്തേലും പറ, പിന്നെ പമ്മിയിരിക്കുന്നു നോക്കും. ഒരാളെ കണ്ടില്ലെങ്കിൽ ഹൃദയത്തിന് വേദനയാണ്. അയ്യോ വന്നില്ലല്ലോ, എന്തോ പറ്റി? അസുഖമാണോ? അതോ ഇനി മനഃപൂർവ്വമാണോ? അത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അപാകത വന്നിട്ട് വരാത്തതാണോ? ചിന്താഭാരം ഉണ്ടാകും. പൗലോസ് അതിലെ പറഞ്ഞ സകല സഭകളെ പറ്റി ചിന്താഭാരമാണ്. വിശേഷിച്ച് ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ വന്നില്ല, വലിയ ദുഃഖമാണ് ഞങ്ങൾക്ക്. അതെ, ഉഴപ്പിയടിക്കുന്നവന്മാരുണ്ട്, പുറകെ വന്ന് പമ്മി ഇരിക്കും. സമയം ഇങ്ങനെ കാലം വെച്ച് തള്ളുവല്ലൊക്കെ വിളപ്പിച്ച് ഇടയ്ക്ക് മൊബൈലിലൊക്കെ ചാറ്റ്, നിൻ്റെ ചാറ്റ് അടിച്ച് നിൻ്റെ സഹായത്തിന് നിന്ന് ചാറ്റ് ചെയ്യാൽ. പക്ഷേ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവർ വന്നില്ലേ, വലിയ മനോദുഃഖമാണ്. അപ്പോൾ യോനാം പള്ളിയിലോട്ട് വരികയല്ല. അവൻ്റെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നു. വലിയപ്പൻ അപ്പൻ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കി അപ്പൻ്റെ സന്തതി പള്ളിയിൽ കയറുകയല്ല. എങ്ങനെ കയറും? നീ വഴക്കുണ്ടാക്കിയാൽ നിന്റെ സന്തതി ഇതിനകത്ത് വരുമോ? എടാ, നീ സഭായത്തിന് വന്ന് വഴക്കുണ്ടാക്കിയാൽ കമ്മിറ്റി കൂടുമ്പം ബഹളവും മുണ്ടും മടക്കി കുത്തി ഷട്ടും തെറുത്ത് കയറ്റി പെമ്പളയുടെയിലോട്ട് ബൈബിളും കൂടെ നീ അങ്ങോട്ട് പൊക്കോടി അന്നാമേ. ഞാൻ 2 കാര്യം, നിന്റെ സന്തതി ഇതിനകത്ത് വരികയല്ല. അതിന് വരാത്തത് നീയാ കാരണക്കാരൻ. അതിന് വ്യാജിനെ ഒന്നും പറയണ്ട. വ്യാജ് പറയാം, ഞാനെന്ന് പറഞ്ഞ കേസല്ല, അവൻ തന്നെ ഒപ്പിച്ച വിനയാണ്. നീ കൂടുതൽ കുഞ്ഞുഞ്ഞിനെ അഞ്ചൽ ജോർജ് കുട്ടിയെ കൊന്നിട്ട് പത്സിപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ. തലമുറയ്ക്കെതിരെ ഒന്നും വ്യാപരിക്കുന്നില്ല, നീയാ കാരണക്കാരൻ. നിന്റെ സന്തതി പള്ളി വരുന്നില്ലെങ്കിൽ നീ തന്നെ, നീയും നിന്റെ വെമ്പളയാ കാരണക്കാരൻ. അതുകൊണ്ട് ഇന്ന് രാത്രി മാണിച്ചൻ്റെ 3 പിള്ളേർ നിൽക്കുന്നില്ലേ? എന്നാ നിന്റെ സന്തതി വരാത്തേ? എന്നാ പറയാ, പാസ്റ്റേ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് പാമ്പിന്നെ 10 വിടർത്താതെ പിന്നെ 4 വിടർത്തു പോകും. പാമ്പ് 10 വിളക്കുന്നുണ്ട്, പാമ്പിന് 10 ഇല്ലാതെ തന്നെ കാലാണോ? ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, മാതാപിതാക്കൾ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ സന്തതിക്കൊരു ദോഷവും വരത്തില്ല. മകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമീ നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമീ നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മകനെ, ഭജിക്കുക നീ നിത്യം
യേശു മകേശനെ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പന് പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നു, അവന്റെ സന്തതി പള്ളിയിലോട്ട് കയറുന്നില്ല. ഇവരുടെ കാലത്ത് ശുശ്രൂഷ. ഇനി പുള്ളിക്ക് ഒരു മോനുണ്ടായിരുന്നു, അതിലും വിചിത്രം. 28-24 വായിച്ചേ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു തല്ലിപ്പൊട്ടിച്ചെന്ന്. നല്ല നല്ല സന്തതി. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പള്ളി പൂട്ടി. യെരൂശലേമിന്റെ ഓരോ മതി, ആവശ്യത്തിനായല്ലോ. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, അവന്റെ മകൻ പള്ളി കേറത്തില്ല, യവന്റെ മകൻ പള്ളി പൂട്ടി. എന്നിട്ട് പറയാം, ഞങ്ങൾ ഇന്ന കുടുംബമാണ്, പകലോമറ്റം, ശങ്കരിപുരി, കാളികാവ്, ഞങ്ങൾ പാടത്ത് മാപ്പള, ഈ ഏരിയ ഒത്തിരി ഉണ്ട്. ഇരിക്കട്ടെ, സാമൊക്കെ പാടത്ത് മാപ്പിളയാണ്. ഏതാ പിന്നെ? എന്തേലും ആട്ടോ, ഞാൻ പറയുന്ന ഒന്നുമില്ലെന്ന്. നിങ്ങൾ കോട്ടപ്പുറത്തല്ലേ? കുടുംബത്തെ കൊച്ചാക്കിയതല്ല, കുടുംബത്തിന്റെ മഹിമയൊന്നും പറയണ്ട. നിന്റെ സാന്തതി ദൈവത്തെ ഭജിക്കുന്നുണ്ടോ? അതാ വിഷയം. അപ്പൊ വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് വരത്തില്ല, കൊച്ചുമകൻ പള്ളി പൂട്ടി. ഒരുത്തനോടുണ്ട് ഹിസ്കിയാവ്, അങ്ങനല്ലേ? ഹിസ്കിയാവ്, യഹസ്കിയാവെന്നും ഹിസ്കിയാവ് രണ്ടു വന്നാ. അങ്ങനെ ചെയ്തതോ അതതിലും വിചിത്രം. പുള്ളി കുറച്ച് കാര്യമൊക്കെ അല്പം ഗുണമുള്ളതൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം ചെയ്തത് ഒരു മോനെ കസേരയിലോട്ടിരിക്കും, മോനെ കസേരയിലോട്ടിരിക്കും, താഴെയാണോ ഇരിക്കുന്നത്? അപ്പൊ ശ്രദ്ധിച്ചേ, അവൻ ചെയ്തത് പള്ളിയുടെ കട്ടലാലും കഥകളെല്ലാം പൊതിഞ്ഞു വെച്ചത് അവൻ പറിച്ചെടുത്തു. ദിനവൃത്താന്തങ്ങളുടെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14 മുതലൊന്ന് വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-14 മുതൽ വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഗീശിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അശൂർ രാജാവുമായിട്ട് കയറി യോജിച്ചു. എന്നിട്ട് നീ എനിക്ക് തരുന്ന പിഴയല്ല ഞാൻ തരാം. അടുത്തത് അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. അടുത്തത് ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും, അപ്പൊ പിഴ കൊടുക്കാനായിട്ട് തികയാതെ വന്നപ്പോൾ ഇവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ രാജധാനിയിലും ഭണ്ഡാരത്തിലുമുള്ള വെള്ളിയൊക്കെയും കൊടുത്തു. പിന്നെ ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പൊന്നെല്ലാം കൂടെ പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്ങനുണ്ട്? നല്ല ഫാമിലിയാ. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയല്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മോൻ പള്ളി പൊതിഞ്ഞതെല്ലാം കൂടെ പറിച്ചെടുത്തു. എന്ന് വെച്ച് ഇപ്പൊ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് കളിക്കുക. ഇതിന് വേണ്ട മുറുക്കുന്നായിരുന്നു. അപ്പൊ കൊച്ചുമകന് ഇത് എല്ലാം കൂടെ പറിച്ചെടുത്തു. ഇവരുടെ കാലത്താണ് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. യവനൊരു മകനുണ്ടായിരുന്നു. അതുകൂടെ പറഞ്ഞു വിട്ടേക്കാം, പറയാൻ ഒത്തിരി ഉണ്ട്. ഇവനൊരു മകനുണ്ട്, അവന്റെ പേര് തന്നെ ഒത്തിരി ഗുണമുള്ളതല്ല. എന്തുവാ? മനേശേ.
21 ഒന്ന് വായിച്ചേ. മനശ്ശയെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? 10 വയസ്സുള്ളത് അവനേക്കാളും നീളമുള്ള വലിച്ചോണ്ടാ നിൽക്കുന്നത്. പണ്ടൊക്കെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ വളരെ പേടിച്ചാ. ഇപ്പം രണ്ടും കൂടെ തോളെ കൈയിട്ട് നടറോഡിൽ കൂടെ പോവുക. കണ്ടിട്ടില്ലേ? ഒന്നും കണ്ടിട്ടില്ലേ? കാറിലൊന്നും പോകുമ്പോൾ ഒന്നും കണ്ണടച്ച് പോകും. കാർ ഓടിക്കാന്ന് ഒന്നും കണ്ടിട്ടില്ല. ഒന്നും മിണ്ടാനൊക്കത്തില്ല. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട് കേട്ടോ, ലജ്ജയായതിൽ മാനം തോന്നുക. അങ്ങനെ ആയി. പക്ഷെ ഇതിന്റെ നടുവിലും വിശ്വസ്തയോടെ നിൽക്കുന്ന ചിലരുണ്ട്. അപ്പൊ ഇവന്റെ പേര് മനേഷെ. ഹിസ്കിയാവിന് ജനിച്ച സന്തതിയാ. ഇയാളന്ന് ജാതികാരനെ നല്ലതായിരുന്നു. യെശയ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞ തീർന്നു, കാര്യമെല്ലാം ക്രമീകരിച്ചോളാൻ. ഉടനെ പുള്ളി ചരിഞ്ഞൊരു പ്രാർത്ഥന. നടന്നതെല്ലാം ഓർക്കണം, ചെയ്തതെല്ലാം ഓർക്കണം. മുറ്റത്ത് പോയ പ്രവാചകൻ വന്ന് 15 വന്നേക്കുന്നത്. 15 ആ 15 കിട്ടിയതിൻ്റെ 2-ാം കൊല്ലം ഉണ്ടായതാ മനേഷ്. അപ്പൊ ഇവൻ ചെയ്ത തന്നെ മനേഷയെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് വായിക്കും മോളെ. അവന് 12 വയസ്സായിരുന്നു. 12 വയസ്സ്. വിസ്തരിക്കുന്നില്ല. 8-ാം വാക്യം വായിച്ചേ മോളെ. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശെ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. 21:8 കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പാൻ ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ അപ്പുറത്ത് ആരാന്ന് പോലും ചിലർക്ക് അറിയാൻ മേല. യാതൊരു സഹകരണമില്ല. ചെങ്ങന്നൂര്, റാന്നിയില്, പാണ്ടനാട്, ഇത്രവടം, പിന്നെ അങ്ങോട്ട് പടിഞ്ഞാറന്ന് വെള്ളപ്പൊക്കം വന്നപ്പം കാശുമൊക്കെ ഇഷ്ടംപോലുള്ള തള്ളയാ. വെള്ളം അങ്ങോട്ട് കിടച്ച് കയറിയപ്പോൾ തള്ളയിരുന്ന് ഞെക്ക് ആ ഗേറ്റ് തുറക്കാൻ. എവിടെ തുറക്കാനാ? വെള്ളം അടിച്ച് കയറി അയാളെ ഞെക്കി ഊപ്പാട് വന്ന് വെള്ളത്തിന് റിമോട്ട് വല്ലതും വിഷയം വന്നു. പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചമ്പഴ തുരുതുരുതുരുതുരാ നടി വരുമ്പോഴാണ് നിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇത് ഞെക്കുക. ഇങ്ങനെ ഞെക്കിയപ്പോൾ സാമേ ക്ഷമിക്കണേ, ഗേറ്റ് തുറക്കുന്നില്ല. അസമയം പണ്ടങ്ങനല്ല. ഒരു വീട്ടിലൊരു കാര്യമുണ്ടായാൽ അടുത്തുള്ളവരെല്ലാം കൂടും, സഹകരിക്കും. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ കല്യാണം നടന്നാൽ പോലും അറിയുന്നില്ലല്ലോ. ഇല്ല, പണ്ടൊക്കെ അങ്ങനല്ലല്ലോ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പറയാം ഇയാളിപ്പോഴും 50 കൊല്ലം പുറകിലാന്ന്. അയാൾക്ക് ബോധവും വിവരമൊന്നും ഉള്ളവനല്ല. ആയിക്കോട്ടെ, ഒരു വിവരദോഷിയെങ്കിലും കേരളത്തിലുണ്ടല്ലോ, വലിയ കാര്യം. എല്ലാവരും വിവരമുള്ളവരായ വിവരദോഷിയും വേണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഉസിയാവ് അഗ്രികൾച്ചറിൽ വലിയ കൃഷിപ്രിയനായിരുന്നെന്ന, ജലസേചനം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രാഷ്ട്രത്തിന് വളരെ പുരോഗതിയും മെച്ചവും. അങ്ങനെ ഇരിക്കുമ്പം ഉസിയാവ് മരിച്ചു. യെശയ്യാവിന് ഹൃദയവേദനയുണ്ടായി. അയ്യോ, ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാ? യഹൂദജനത്തിന്റെ ഭാവി ആരാ ഇനി അവിടെ ഇരുന്ന് ഭരിക്കുന്നത്? ഇനി ഭരിച്ചാൽ ശരിയാകുമോ? ഇനി കൃഷിപ്രിയർ വരുമോ? അതോ ജലസേചനത്തിനൊക്കെ താല്പര്യമുള്ളവർ വരുമോ? ഈ രാജ്യം അധോഗതി പ്രാപിക്കുമോ? ഇനി ആര് ഈ സിംഹാസനത്തിലിരിക്കും എന്നുള്ള ചിന്താഭാരം യെശയ്യാവിനെ അലട്ടിയപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിലിരുന്നു. ഇരുന്ന് വെച്ച് കർത്താവ് പറഞ്ഞ എൻ്റെ ദൂതിതാ, യെശയ്യാവേ, ഈ സിംഹാസനത്തിൽ ഒരുവൻ ഇരുന്ന് ഭരിച്ച് കൃഷിക്കും ജലസേചനത്തിനും രാജ്യത്തിനുമൊക്കെ പുരോഗതി വരുത്തി. പക്ഷേ അവൻ മരിച്ചെന്നോർത്ത് നീ പതറണ്ട. ഇതിലും മെച്ചപ്പെട്ട ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഞാനിരിപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രിയപ്പെട്ടവൻ മാറ്റപ്പെട്ട് കാണും. ഞാൻ എങ്ങനെ ജീവിക്കും, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നോർത്ത് നിരാശയോടെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. ആമൻ. നിന്റെ ഭർത്താവിനേക്കാൾ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. യോ, എൻ്റെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ടു, എൻ്റെ ഭാര്യ മാറ്റപ്പെട്ടു, ഭർത്താവ് മാറ്റപ്പെട്ടു, വരുമാന മാർഗം അടഞ്ഞു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനാകും എന്നോർത്ത് ചിന്താഭാരത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിന്നോട് ദൂത് പറകയാ, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ യേശുവിൻ സന്നിധി
മാനസഖേദം ഒന്നായകലും വെയിലിൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ നിത്യാനന്ദം ഉലകിൽ യേശുവിൻ സന്നിധിയാണ് യുവതേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടു, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അനീഷ്കാവാലത്തെ അല്ല കാണേണ്ട, മാനിച്ചനെ അല്ല കാണേണ്ടത്, പന്തലും വീഡിയോയും അല്ല കാണേണ്ടത്. ഞാൻ പാടുന്നത് ഒക്കുന്നുണ്ടോ, എൻ്റെ നിപ്പ് ഒക്കുന്നുണ്ടോ, എങ്ങനുണ്ട് എൻ്റെ ഡ്രസ്സ്, ഇതൊന്നും അല്ല കാണേണ്ടത്. യേശുക്രിസ്തുവിനെ കാണണം. യേശുക്രിസ്തുവിനെ കണ്ടേച്ച് നിന്നോ പൊക്കോ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ പാടുകയല്ലേ, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും. ഓ പരപരമേശ വരമരുളീശ, ആമേൻ. പരപരമേശ വരമരുളീശ, നീയത്രയൻ രക്ഷാസ്ഥാനം ആദിയെങ്കൽ കൈപ്പാകിലു അന്ത്യമോ മധുരമത്രേ, ആദിയെങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ഓ പരപരമേശ വരമരുളീശ. നീയത്രയൻ രക്ഷാസ്ഥാനം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ കാണണം. അപ്പോൾ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടെന്ന യോഹന്നാൻ 12:41 യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. എങ്ങനെയാ കണ്ടത് അത് പറയാം. 6-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം കാണുന്നു. ഒന്നുകൂടെ വായിച്ചു, 6:1 പെട്ടെന്ന് ചടിയടാന്ന് വായിക്കണേ. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള അപ്പോൾ ഈ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടതിന്റെ രീതിയാ. 6-ാം അധ്യായത്തിന്റെ തേജസ് കണ്ടു. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്നിച്ചാ കാണുന്നത്. ഇനി പുതിയ നിയമത്തിൽ എല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്നിച്ചാ കാണുന്നത്. ഇനി പുതിയ നിയമത്തിൽ എല്ലാം വിവരിക്കാൻ നേരമില്ല. പുതിയ നിയമത്തിലേക്ക് വെളിപ്പാട് പുസ്തകം 5:1 വായിച്ചേ, പെട്ടെന്ന് വായിക്കണം. വെളിപ്പാട് 5:1. അവർക്ക് താമസമാണ്. നിങ്ങൾ പാസ്റ്റർമാരാരെങ്കിലും പെട്ടെന്ന് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ 11:30 ഇവിടെ നിന്ന് പോക്ക് നടക്കുകയല്ല. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ ഞങ്ങൾ വായിച്ചിട്ട് ഇയാൾ പ്രസംഗിക്കണ്ടെന്നായിരിക്കും. എന്നാ മോള് തന്നെ വായിരും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈ. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 ഒരു സിംഹാസനം കാണുന്നു. മോളെ അതിന്റെ 6-ാം വാക്യമായിര്. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സിംഹാസനവും 53 കുഞ്ഞാടും. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ വെളിപ്പാട് 5:1 സിംഹാസനവും 5:6 കുഞ്ഞാട്. ഇനി 7-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ മോളെ. 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ഒരു വാക്യത്തിൽ സിംഹാസനവും കുഞ്ഞാടും വന്നു. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ 17-ാം വാക്യം വായിച്ചേ മോളെ. 17. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ അടുത്ത് വന്നല്ലോ കുഞ്ഞാട്. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട്. എല്ലാ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വായിക്കാനും ഇച്ചിരി അമാന്തമുണ്ട് തന്നെയല്ല. പോട്ടെ. ദൈവത്തിന് മഹത്വം. എന്നാലും നിങ്ങൾ വായിച്ചു തരുന്നല്ലോ ദൈവം നിങ്ങൾക്കും ഭാഗ്യമുണ്ട് കേട്ടോ. വെളിപ്പാട് 1:3 അത് വായിക്കാനല്ലേ കൊച്ചേ, ഭാഗ്യത്തിന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ ശ്രദ്ധിച്ചേ, യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടു, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. 6-ാം അധ്യായത്തിൽ സിംഹാസനം, 53 കുഞ്ഞാട്. അത് വെളിപ്പാടിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5:1 സിംഹാസനം, 5:6 കുഞ്ഞാട്. വെളിപ്പാട് 7:10 സിംഹാസനവും കുഞ്ഞാടും. 17 അടുത്തടുത്ത് നിൽക്കുക സിംഹാസനവും കുഞ്ഞാടും. ഇന്ന് രാത്രി ഈ ദൈവ കുഞ്ഞാടിനെ എല്ലാവരും കാണണം. ഓടിച്ചു പറയാം. ഞാൻ സമയത്തെയും കൂടെ ഭയപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ തേജസ് ഈ യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവേശുവിനെ പറ്റിയുള്ള മുഴുവൻ കാര്യവും ദൈവം വെളിപ്പെടുത്തി. വേറെ ആരുടെയും പുറകെ പോകണ്ട, എല്ലാം വെളിപ്പെടുത്തി. കമ്പിവാചകം പോലെ പറയാം.
ദൈവത്തിന് മഹത്വം. യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ഓരോന്ന് ദൈവം വെളിപ്പെടുത്തി. എന്തോ വെളിപ്പെടുത്തി? ഈ കുഞ്ഞാട് അല്ലെങ്കിൽ യേശു ക്രിസ്തു രക്ഷകൻ എങ്ങനെ ജനിക്കും? 7:14 വായിച്ചോ ചടിയാണ്. ഇതെല്ലാം അറിവുള്ള വാക്യമാ, വായിച്ചോ. ഇരുട്ടുള്ള ആമൻ സ്തോത്രം, വല്ലാത്ത സ്ഥലത്ത് വെളിച്ചമാകുന്ന യേശു ചെന്നു. യേശു എവിടെ ചെല്ലും അവിടെ എല്ലാം വെളിച്ചമായി, ഇരുട്ട് മാറും. നിന്റെ ജീവിതത്തിൽ യേശു വന്നത് കൊണ്ടാണ് ജീവിതത്തിന്റെ ഇരുട്ട് മാറിയത്. നിന്റെ കുടുംബത്തിൽ യേശു വന്നത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറിയത്. ദേശത്തിന് വെളിച്ചം വരണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തണം. അതിന് മാണിച്ചരം പ്രിയപ്പെട്ടവരും, ഈ ദേശത്ത് ഇങ്ങനെ സംരംഭങ്ങൾ ഒരുക്കുന്നതിൽ ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സൊക്കെ നൽകി കർത്താവിന്റെ വരവ് വരെയും ഇത് ഉത്തരോത്തരം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാനും ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം അത് മെശിയാവിന് വെളിപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ എന്തൊക്കെ കണ്ടു? ഒന്ന്, എങ്ങനെ ജനിക്കും? കന്യാസൂനമായി ജനിച്ചു കഴിഞ്ഞാൽ ശിശുവിൻ്റെ വിശേഷത 9:6. ആ ശിശു ശൈശവത്തിൽ എന്ത് കഴിക്കും? അതും വെളിപ്പെട്ടു. ആ ശിശു വളർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇവിടെ ഗലീലയിലെ ആദ്യം മാത്രമാണോ? ഒടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ മരിക്കുന്ന യേശുവിനെയും കാണുക. അത് 53 വിസ്തരിക്കേണ്ട, നിങ്ങൾക്കത് ഭാഗം അറിയാം. രോമം കത്തിരിക്കുന്നതിന്റെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ താഴ്ചയിൽ ന്യായം കിട്ടുന്നില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് ചുമന്നു. ഇന്ന് രാത്രി ആ യേശുവിനെയും ആമൻ യെശയ്യാവ് ദർശിച്ചു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കുരിശുമരം ചുമന്നു കൊണ്ടുപോകുന്ന യേശു, നിനക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിക്കുന്ന യേശു, നിനക്ക് വേണ്ടി രക്തം ചിന്തുന്ന യേശു, നിനക്ക് വേണ്ടി ശരീരം നുറുക്കപ്പെട്ട യേശു, ഇന്ന് രാത്രി ഈ യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ടു വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. വേറൊന്നും കണ്ടില്ലെങ്കിലും ഈ വെളിപ്പാടോടെ വേണം സകല ആൾക്കാർ ഇവിടുന്ന് പോകാൻ. യെശയ്യാവിന് ഇതെല്ലാം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ മകത്ത് ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് മുമ്പോട്ട് പോകുക മാത്രമാണോ? ആ കർത്താവ് മരിച്ചു, മരണത്തിലും സമ്പന്നന്മാരോടുകൂടെ, അതും വെളിപ്പെട്ടു. 3-ാം ദിവസം ഉയർക്കും, അതും വെളിപ്പെട്ടു. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം, എൻ്റെ ശവങ്ങൾ, പ്രയോഗം അതിനകത്താണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെല്ലാം ദൈവത്തിൻ്റെതാ. കാകളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. ഉയർത്തു വരിക മാത്രമാണോ? ഈ യേശുക്രിസ്തു രാജാവായിട്ട് ഭരിക്കും, അതും വെളിപ്പെട്ടു. ഒരു രാജാവ് 32:1 വേഗത്തിൽ വായിച്ചോ. 32:1 പെട്ടെന്ന് വായിരേ. അതും വെളിപ്പെട്ടു. തേജസ് കണ്ടപ്പോൾ ഇതെല്ലാം കണ്ടെന്ന്. രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം. ഒരു രാജാവ് നീതിയോടെ വാഴും, അത് യെശയ്യാവിന് വെളിപ്പെട്ടു. യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ ഭരിക്കും. അന്ന് മാത്രമേ ശരിയായ ഭരണം നടക്കൂ. അതുവരെ ആര് ഭരിച്ചാലും ഒക്കുകയല്ലെന്നായി പറഞ്ഞത്. പിന്നെ നമ്മൾ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെയും 5 വർഷമൊക്കെ ഒപ്പിക്കട്ടെ. ആര് ഭരിച്ചാലും ശരിയാകുകയല്ലെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശു ഇനി ഭരിക്കും. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് തൊഴിലാളി മുതലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് തൊഴിലാളി മുതലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ശാലേമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. എന്നാ അവർ പറയട്ടല്ല. ഇസങ്ങളിപ്പാരില്ല ഈശനിപ്പാരിടം പരിച്ചിടുമ്പോൾ
ഇസങ്ങളി പാരിലില്ല ഈശനി പാരിടം പാരിച്ചിടുമ്പോൾ ഒന്നാസിസം പാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. നാസിസം പാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ പരിചിടുവാൻ രാജാതിരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് എല്ലാം വെളിപ്പെട്ടു. ഒന്ന്, ഈ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അവൻ തേജോമയനായ ക്രിസ്തു എങ്ങനെ ജനിക്കും? കന്യാസൂനമായി. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രിയും വീരനാന്തയവുമാണ്. ഈ ശൈശവത്തിൽ എന്ത് കഴിക്കും? തൈരും തേനും. ആദ്യത്തെ ശുശ്രൂഷ എവിടാ? അത് സെബുലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ. ശുശ്രൂഷയുടെ വിശേഷത എല്ലാം വിവരിക്കാൻ നേരമില്ല. മാത്രമാണോ അവിടുത്തെ തിരുമരണം. ആ മരണം എങ്ങനെ? അതും സമ്പന്നന്മാരോട് കൂടെ അടക്കം. 3-ാം ദിവസം ഉയർക്കും എൻ്റെ ശവങ്ങൾ. മാത്രമാണോ അവിടുന്ന് ഉയർത്ത സ്വർഗത്തിൽ പോയി തിരിച്ചു വരും. ഇനി അവൻ തിരുസഭയെ ചേർത്തേച്ച് ഇവിടെ ഭരിക്കാൻ 1000 ആണ്ട് വാഴ്ച. ആ ഭരണത്തിന് കൊണ്ട് ഒത്തിരി വിശേഷത. 11:5 പെട്ടെന്ന് വായിര്, സമയവും പോകുന്നു. വായിച്ചോ. നീതി അവന്റെ നടുക്കെട്ടും. ആ നീതി അവന്റെ നടുക്കെട്ടും. അവൻ ഇവിടെ ഒരുത്തർക്ക് നീതി കിട്ടുകയല്ല. ഈ അടുത്ത കാലത്ത് ഒരു വിധി വന്നപ്പോൾ വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇനിയും വേറെ പോയി നോക്കണമെന്ന്. ഇത് ശരിയായ വിധി ആന്നോന്ന് വായിച്ചില്ലയോ ഒന്നും? ഓ, രണ്ടുപേരും വന്നാണ്ട് പറഞ്ഞു. വായിച്ചല്ലേ? ഇവിടെ ആരും നീതിയോടെ വിധിക്കത്തില്ല, നീതി കിട്ടത്തില്ല. ഇനി നീതിയായിട്ടൊരു ഭരണം, നീതിയായൊരു വിധി, നീതി നടുക്കട്ടുള്ള ഒരുവൻ ഇറങ്ങി വരും. അന്ന് മാത്രമേ നീതിയുള്ളൂ. ആ വായിച്ച നീതി അവന്റെ നടുക്കെട്ടും, പിന്നെ വിശ്വസ്തത അവന്റെ അരക്കച്ചി. വിശ്വസ്തത അവന്റെ അരക്കച്ചി. അയ്യോ, കാശ് കൊടുത്താൽ എന്തും ചെയ്യും, എന്തും ചെയ്യും. കള്ളസാക്ഷിയും പറയും. കാശ് കൊടുത്താൽ മതി. ജോർജ് കുട്ടിയെ കാണുമ്പോൾ ആരാ മാറി നിൽക്കുന്നത്? എല്ലാവരും അതാ, 99%. ആ വായിച്ചോ. ഇനി ചെന്നായി കുഞ്ഞാടിനോട് കൂടെ, ചെന്നായേ കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പിന്നെ പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ, പിന്നെ പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. പിന്നെ ഓടിച്ചു വായിച്ചോ. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ഒരു കൊച്ചു കുട്ടി അവയെ നടത്തും. പിന്നെ പശു കരടിയോട് കൂടെ മേയും. ആ പശു കരടിയോട് കൂടെ മേയും. അടുത്തത് അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. പശുവിന്റെ കുട്ടിയും കരടിയുടെ കുട്ടിയും എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുവന്ന്. സിംഹം കാള എന്ന പോലെ വൈക്കോൽ, സിംഹം കാള എന്നതുപോലെ വൈക്കോൽ തിന്നും എന്ന് പറഞ്ഞാൽ സിംഹത്തിന് വേറെ ഇറച്ചി ഒന്നും വേണ്ടെന്ന്, വൈക്കോല് മതിയെന്ന്. സസ്യബുക്കായി തീർന്നു. പിന്നെയും പാട്ട് വരുന്നു. ഒരു വരി പാടട്ടെ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമ്മ അതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമ്മ അതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യം വരുന്നു. പരമേശൻ ഈ പാരിൽ ഭരണം വരുന്നു. പരമേശൻ ഈ പാരിൽ ഭരണം. മുടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴിയും മാങ്ങുച്ച ശാപമശേഷം വരുന്നു പരമേശൻ ഈ പാരിൽ വരുന്നു. പരമേശൻ ഈ പാരിൽ. ഹരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത.
യേശുക്രിസ്തു രാജാവായി വീണ്ടും ഭരിക്കും. അന്നീ കാണുന്ന യാതൊരു കോലാഹലമില്ല, സുസ്ഥിരമായ ശാന്തമായ നല്ല ഭരണം. ഇതെല്ലാം യെശയ്യാവിന് വെളിപ്പെട്ടു. അതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടതാണ്. ഒരു വാക്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടുക. എല്ലാം വെളിപ്പെട്ട് 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 എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പുതുവാന ഭൂമിയും വെളിപ്പെട്ടു. 66:23 62:23 ഒന്ന് വായിച്ചേ. 66:22 ഒന്ന് വായിച്ചേ. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ. 66-ാം അധ്യായത്തിൽ വന്നപ്പോൾ പുതുവാന ഭൂമിയും വെളിപ്പെട്ടു. സകല കേസും വെളിപ്പെട്ടു. കാരണം യേശു ക്രിസ്തുവിനെ കണ്ടു. ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 പറയുക, കോരേശിന്റെ വലങ്കയ്ക്ക് ദൈവം പിടിച്ചിരിക്കുക. ഇന്ന് രാത്രി ആ കർത്താവാണ് നമ്മുടെ വലങ്കയ്ക്ക് പിടിക്കുന്നത്. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. കോരേശിന്റെ വലങ്കയ്ക്ക് എന്തുകൊണ്ട് ദൈവം പിടിച്ചു? ആമേൻ, സ്തോത്രം. വഴി തുറക്കാൻ വേണ്ടി അടച്ചുറപ്പാക്കിയ ആമേൻ വളരെ ബന്ധവസായി ആമൻ ചേർത്തടച്ച് ബന്ധിച്ച ആമൻ പട്ടണത്തെ ദൈവം അങ്ങോട്ട് തുറക്കാൻ തുടങ്ങി. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, കോരേശന്റെ ഇടയൻ അവനെ ഹിതമൊക്കെ നിവർത്തിക്കും. ബേൽശസ്സർ രാജാവ് മകത്തകൾക്ക് വിരുന്നൊരുക്കി. അവൻ അന്ന് രാത്രിയിൽ ഇവനെ ആ ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച പൊൻവള്ളി പാത്രത്തിൽ വീഞ്ഞൊടിച്ച് ആമൻ മദ്യമൊടിച്ച് ഇവനും വെപ്പാട്ടികളും പരിചാരകന്മാരും കുടിച്ച് മതിച്ചപ്പോൾ അന്ന് രാത്രി ഭിത്തിയാൽ എടുത്തെഴുതി, മേനെ മേനെ തെക്കേൽ ഊപ്പർസീൻ, ദൈവം നിന്നെ തൂക്കി. ഇന്ന് രാത്രിയിൽ അവൻ അങ്ങനെ തൂക്കി. എന്തിനേറെ ചരിത്രത്തിലോട്ട് പോകുന്നില്ല. അന്ന് രാത്രി അവൻ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അവൻ തകർച്ച ആരംഭിക്കുക. ഇത് അവൻ കോരേശ് ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചു, എൻ്റെ ദാസന് വേണ്ടി ഞാൻ വഴി തുറക്കാൻ പോകുകയാ, എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ വഴി തുറക്കാൻ പോകുകയാ. ഇന്ന് രാത്രി എന്തിനാ വലങ്കയ്ക്ക് പിടിക്കുന്നത്? പുത്തൻ വഴികളെ ദൈവം നിനക്ക് തുറക്കാൻ. ഇന്ന് രാത്രി ജീവിതത്തിന്റെ വഴി കടഞ്ഞു. ജീവിതത്തിന്റെ വഴികൾ അടയപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടും, മുൻപോട്ടെങ്ങനെ പോകും എന്ന് ചിന്താഭാരത്തോടിരിക്കുന്ന ഏതെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി നീ വിശ്വസിച്ച് സ്വോത്രം പറ. ദൈവം നിനക്ക് വഴിയൊരുക്കും. നിന്റെ വലങ്കയ്ക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. കോരേശിന്റെ വലങ്കയ്ക്ക് പിടിച്ചു. എന്തിന്? വഴിയൊരുക്കി കൊടുക്കാൻ. 1-2 കാര്യം പറഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിർത്തുക. ദൈവത്തിൻ്റെ മകത്ത് ആ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്താം. വേറെ 2 പേരുടെ കൈക്ക് പിടിച്ച് അച്ചായനെയും കൊച്ചമ്മയും 2 പിള്ളേരും കൂടെ കൈക്ക് പിടിച്ച് വെളിയിൽ ഇറക്കി. 19:16 മോളെ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി. എന്ത് ചെയ്താ തള്ള പോകുകയല്ല, അതിനാ വായിച്ചേ. അവൻ താമസിച്ചപ്പോൾ മനഃപൂർവ്വം താമസിക്കുക. യഹോവ അവനോട് കരുണ ചെയ്യുക. എന്നിട്ടും ദൈവം കരുണ ചെയ്തെന്നുള്ളതാ. ഇയാൾ ഉഴപ്പിട്ടും പുള്ളി ദൈവം കരുണ ചെയ്യുക. അങ്ങനല്ലേ നമ്മളോടും കരുണ ചെയ്യുന്നേ? അതിന് താമസിച്ചെന്ന് എഴുതിയത്. താമസിച്ചു. പുള്ളി താമസിക്കെന്ന് പറയാൻ കാര്യം തന്തയ്ക്ക് ദൂതന്മാര് വന്നതാ. 19:1 വായിരു മോളെ. ആ 2 ദൂതന്മാർ വൈകുന്നേരത്താ പുള്ളിയുടെ വീട്ടിൽ വന്നേ. അന്നേരം പോകണ്ടേ പെൺപിള്ളേരെയും പെമ്പിളയായിട്ട്? അല്ല പിന്നെയും തന്തൂരി അടിക്കാൻ നിൽക്കുക. ദൂതനോട് പറഞ്ഞു ഇന്ന് തന്തൂരിയാ. ദൂതൻ പറഞ്ഞടേ നീ ഇവിടെ നിന്ന് ഇറങ്ങില്ല, നീ തന്തൂരിയാകും. മുകളിൽ നിന്ന് ഇങ്ങോട്ട് കത്തി ഇറങ്ങാൻ പോവുക. സൈമൺ സാറ് കൊടുത്തിരിക്കുന്നൊരു പദം ഇങ്ങനെ, ജ്വലന കന്നകടകളുട നടുവിൽ ഇടിവാളുകൾ. അപ്പം മിന്നലും ഇടി എല്ലാം കൂടെ ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങുക. അന്നേരം പുള്ളി ഇന്ന് ചിക്കൻ തന്തൂരി, മോക്ക് ജെസ്സിക്ക് മട്ടൺ ഫ്രൈ. മേളിൽ നിന്ന് തമ്പുരാൻ കത്തി ഇറക്കാൻ പോവുക. നല്ല പറഞ്ഞു എനിക്ക് ചിക്കൻ ആച്ചാ. മൂത്തവള് പറഞ്ഞു എനിക്ക് KFC. എല്ലാം KFC അടിക്കാൻ ഇരിക്കുക. തമ്പുരാൻ പറഞ്ഞ് പൊട്ടൊന്നും ഓടിക്കോ, ഇല്ലെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ എല്ലാം KFC ആകും. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, ജ്വലന കന്നകടകളുട നടുവിലിടിവാളുകൾ, ജാതരോക്ഷം പരന്ന ആകാശവീതിയിൽ പ്രളയമതിലുയരും ഒരു ചണ്ടവാദങ്ങളും പ്രത്യുൽക്രമിച്ചു നിഷ്പ്രത്യൂഹമാംവിധം നിമിഷ സമയം കൊണ്ട് ദിവ്യാശു ചുക്കണി നിർഗളിച്ച അമ്പരതിക്കിൽ നിന്നക്ഷണം വലിയ നിലയങ്ങളും വൻമാളികകളും വൻപരിൻ തുങ്കമാ പ്രാസാദ സൗധങ്ങൾ വേശ്യാഗൃഹങ്ങളും
സ്തപതികയമയസി പണി ചെയ്യുവോർ താമ്രികർ സ്വർണ്ണകാരന്മാർ കുലാല വൃന്ദങ്ങളും സകലത്തിനെ അടിച്ച് കത്തിക്കാൻ പോവുക. കൃഷിത്തോട്ടമെല്ലാം നശിപ്പിച്ചു. യവമഭിജഗോതമ്പു ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനീ വല്ലികൾ അടിച്ച് തകർക്കുക. അപ്പോൾ യവമഭിജഗോതമ്പു ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനീ വല്ലികൾ ഒലിവ് വരമത്തിയും ദേവദാർവാദികൾ ഒക്കെയും ഭസ്മീകരിച്ചു നൽപീഡയാൽ. തീർന്നില്ല മൃഗസമ്പത്ത്. തുരകരമയ മകിഷ വൃഷവാദിയാൽ അതും അടിച്ചു കത്തിച്ചു. തുരകം കുതിര, മയം ഒട്ടകം, ഋഷഭം കാള, പിന്നെ മയം ഒട്ടകം, കരം കഴുത അടിച്ച് തകർത്തെന്ന മുഴുവൻ എണ്ണത്തിനെയും. തുരകരമയ വൃഷവാദിയാൽ തുന്തിലമായുള്ള നാട്ടിൻപുറങ്ങളും ഹിരണമൊട്ട കരടി പുലി കാട്ടാട് ജമ്പുകം സകല കുറുക്കനെയും കത്തിച്ചു. ലോകത്തിന് മുന്ന് കുറുക്കൻ ഇരിക്കുമ്പോൾ പമ്മി ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ കുറുക്കനോട് സ്വഭാവം കൊണ്ട. അവൻ്റെ കണ്ണെപ്പോഴും ഫിലിപ്പിൻ്റെ വീട്ടിലാണ്. ഫിലിപ്പ് കാറെടുത്തോണ്ട് പോകുന്നുണ്ടോന്നുള്ളതാണ്. സകല എണ്ണത്തിന് എന്ത് ഇവൻ കത്തിച്ചു. അപ്പൊ കത്തിക്കാനായിട്ട് ആ ദൂതന്മാർ ഇങ്ങോട്ട് വന്നത് 3 പേര് അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. വായിച്ച മോളെ 18-1 പെട്ടെന്ന് നിർത്താം. 18-1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. പിന്നെ അകത്ത് പോയോ? വായിക്കു വച്ചേ, സമയം പോകുന്നു. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് വന്നു. ലോത്തിന്റെ വീട്ടിൽ 2 പേര് വന്നു. അബ്രഹാമിന്റെ വീട്ടിൽ അതുകൊണ്ട് ഉച്ച സമയത്ത് വന്നു. വെയിലുറച്ചപ്പം അവിടെ ഒന്ന് നല്ല ശാപാടുമൊക്കെ കഴിച്ച് അബ്രഹാം അവര് വൃക്ഷത്തിന്റെ ചുവട്ട് നിന്ന് അല്ല അവർ വന്നപ്പോൾ ഉടനെ കട്ടം മാറ്റി വെച്ച് പമ്മി നോക്കുകയല്ല. പോയോടി. വാതുക്കൽ എഴുതി വെച്ചിരിക്കുക ഗേറ്റേലെ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനെ എന്തിന് പറ പുറത്ത് നിൽക്കുന്നു. എന്നാ ആട്ടിക്കോ അങ്ങനെ എഴുതി നമുക്ക് ചെല്ലാൻ നിർത്താം. നമുക്ക് ഗേറ്റേലെ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. എന്തിനാടാ വിഡി ഇത് രണ്ടും കൂടെ എഴുതി വെച്ചേക്കുന്നേ? ഒന്നെങ്കിൽ പട്ടിയുണ്ടെന്ന് എഴുതി വെക്ക. ഞാൻ പെന്തിക്കോസുകാരോടല്ല ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവം നിങ്ങൾക്ക് വീട് തന്നിരിക്കുക, നിങ്ങൾക്ക് മതിലുമൊക്കെ തന്നു. നിന്റെ മതിലേലെല്ലാം ദൈവവചനം എഴുതി വെക്കണം. അല്ലാതെ ചീമാറ്റിയുടെ പരസ്യവും പാർത്താസിന്റെ പരസ്യവും അതിൽ നിന്ന് ഇച്ചിരി കിട്ടും 10 രൂപ, അത് ഞാൻ തരുത്. നീ ഇത് കൂടുതൽ അങ്ങനെ പറയാനേ. എടാ, ഒരു കൂറയില്ലാതെ തെണ്ടിക്കിടന്ന് നിനക്ക് ദൈവം വീട് തന്നടാ. നീ വാടകയ്ക്ക് താമസിച്ചു, വാടക കൊടുക്കാൻ കഴിവില്ലാതെ നീ അവൻ വളരെ ഭാരപ്പെട്ട് ജീവിച്ച കാലമുണ്ട്. ആ കാലമെല്ലാം ദൈവം മാറ്റി നിനക്ക് നല്ല വീട് ദൈവം തന്നു. ആ വീടിന് മതിലും കെട്ടിക്കോ. ആ മതിലേലെല്ലാം നീ ദൈവത്തിന്റെ വചനം എഴുതി വെക്കണമെന്ന്. ഒന്നുമില്ല, നടന്നു പോകുമ്പോഴെങ്കിലും മനസ്സിലാകും ഇത് ദൈവമക്കളുടെ വീടാ. ഇനിയുള്ള കാലത്ത് സുവിശേഷം ഒന്നും ചിലപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എഴുതി അങ്ങോട്ട് വെക്കേ. ആരോട് പറയാൻ? ഏറപ്പാ ഗോതമംഗലം. ഞാൻ പണ്ടൊരാൾ പറഞ്ഞ പോലെ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചെന്ന് പറഞ്ഞ പോലെ. ആരോട് പറയാനാ? ദൈവവചനം എഴുതി വെക്ക്. നിന്റെ വീട്ടിലും മതിലിലുമൊക്കെ എഴുതി വെക്ക്. ആ മനുഷ്യർ മറ്റൊരുത്തലിന്റെ രക്ഷയില്ല. എഴുതി വെക്ക്. സ്തോത്രം, സ്തോത്രം. പോകുന്നവനും വരുന്നവനൊക്കെ വായിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അല്ലാതെ പരസ്യം എഴുതി വെക്കുമ്പോൾ ഇച്ചിരി പൈസ കിട്ടും, അത് മേടിച്ച് ഉണക്കച്ചപ്പാത്തി മേടിച്ച് കീറിപ്പിച്ച് ഇട്ടേച്ച് ഇച്ചിരി ചാറ് കഴിച്ച് 2 കൂടെ നോക്കിയിരിക്കുക. എന്തിനിങ്ങനെ ജീവിക്കുന്നത്? നീ ദൈവവചനം എഴുതി വെക്ക്. നീ ഇരിക്കുന്നിടത്ത് ദൈവം നന്മ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ ലോത്തിന്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് വൈകുന്നേരത്ത് വന്നതാ. വൈകുന്നേരത്ത് വന്നപ്പോഴേ പറഞ്ഞതാ കത്തിക്കാൻ പോവാന്ന്. പോകണ്ടേ? പോകുകയല്ല. എന്ത് പ്രശ്നമുണ്ടായി? അവസാനം ഇറങ്ങുന്നത് എപ്പോഴാ? ഉഷസുദിക്കുമ്പോൾ. അതുവരെ പോകുകയല്ല. എന്നിട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്പരാൻ കൈക്ക് പിടിച്ച് വായിച്ച മോളെ 19-16 മോളെ വായിക്കേ. അവൻ താമസിച്ചപ്പോൾ പിന്നെ താമസിക്കുക. സന്ധ്യക്ക് ദൂതം വന്നതാ. ഇയാള് പോകുകയല്ല. തല പറഞ്ഞ അച്ഛാ നമ്മള് മിക്സി കൊണ്ടുപോകണോ? ഞാൻ പൊന്നെ പോലെ എൻ്റെ വാഷിംഗ് മെഷീൻ
നിന്നായിട്ട് കറക്കും കേട്ടോ വാഷിംഗ് മെഷീനകത്ത്. എന്നാൽ ബ്ലസ്സി പറഞ്ഞ്, മൂത്തവള് പറഞ്ഞ്, ഞാനങ്ങ് പേരിടുക, പാപ്പ എൻ്റെ പട്ടി, മൈ ഡോഗ്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, എൻ്റെ സന്തത സഹചാരിയാ ബ്രൂണോ. നീ ഉമ്മ ഈ പട്ടിയുടെ പുറകെ നടക്കാതെ എടാ മേളിൽ നിന്ന് ഗന്ധകം കത്തി വരിക. നീ പട്ടിയുടെയും പാറ്റയുടെയും പല്ലിയുടെയും കാര്യം പറഞ്ഞ് നല്ല മിക്സിയുടെയും വാഷിംഗ് മെഷീൻ്റെ പേര് പറഞ്ഞ് ഉടക്കുണ്ടാക്കാതെ നീ ഓടി രക്ഷപ്പെടാൻ നോക്ക്. മേളിൽ നിന്ന് തീയിറങ്ങി വരാൻ പോകുക. ഒരു ന്യായവധി ദിവസം അടുത്തോണ്ടിരിക്കുക. സകല എണ്ണത്തിനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാർ താളടിയാകും. വരുവാനുള്ള ആ ദിവസം പേരും കൊമ്പ് ചേച്ചിപ്പിക്കാറ്. ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, പാപം അങ്ങനെ ചെയ്തവർ പരമാവധിയോട് നശിച്ചിടും. പരമാവധിയോട് ഓ ദൈവക്രോധത്തിൽ നീയും ചാകരുതേ, നിത്യതയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക. ഇന്നു കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അവൻ കോരശിന്റെ കൈക്ക് പിടിച്ചത് വഴി തുറക്കാൻ, ലോത്തിന്റെ കുടുംബത്തിന്റെ കൈക്ക് പിടിച്ചത് ന്യായവധിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി നിന്റെ വലം കൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല, സമയമായല്ലോ. മാണിച്ചൻ അടുത്ത കൊല്ലം കർത്താവ് വരാൻ താമസിച്ച് എന്നെ വിളിക്കുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യം ദൈവം തന്നാൽ ബാക്കി നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിന്റെ വലം കൈക്ക് പിടിക്കുന്നൊരു ദൈവമുണ്ട്. കോരേശിന്റെ വലം കൈക്ക് പിടിച്ചതുപോലെ ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ച് നിനക്ക് വഴിയൊരുക്കി തരും. ലോത്തിന്റെ വലം കൈക്ക് പിടിച്ച് നാശപട്ടണത്തിൽ നിന്ന് പുറത്തിറക്കിയതുപോലെ വരുവാനുള്ള ഭീകരമായ ന്യായവധിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാ. എല്ലാവരും ചേർന്ന് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരും എഴുന്നേറ്റ് പോകരുത്. ഒരു മിനിറ്റ് ആ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരുത്തരും നശിച്ചു പോകരുത്. ആരും നശിച്ചു പോകരുത്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്കേടും. ഓ സത്യവചനം കൈയടിച്ച് ചേർന്ന് 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇന്ന് എഴുതിടുമേ വരുവീനി വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരൂ കരമുയർത്തി ഹല്ലേലൂയ പാടാം. 1 മിനിറ്റ് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ ഇറങ്ങി പോകരുത്. ഇപ്പം വിടാം. ഇപ്പം 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് വീശി. നമ്മുടെ സമാപന യോഗമല്ലേ. ഇതുവരെ സഹകരിച്ചതിനെല്ലാം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും എന്ന് കാണാം, ഇനി എന്നൂ കാണാം എന്റെ രക്ഷാനായകനെ. കരങ്ങൾ വീശി ചേർന്ന് പാടാ. എന്നൂ കാണാ ഇനി കാണാ എന്റെ. കരങ്ങൾ വീശി ഓ കാൺമാൻ ഗോതി ചേരെ ശുദ്ധ ജനങ്ങളിൽ ചോണി തലേ ഇന്നു ആമേനെന്നു കാണാ ഇനി എന്നു ഗ്ലോറി രക്ഷാനായകനെ. ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ക്ഷണിച്ചവർക്ക് നന്ദി.
ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. യേശുക്രിസ്തുവിൻ്റെ തേജസ് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.